ഹായ്, നമ്മുടെ ഫിസിയോളജി എന്ന് പറഞ്ഞ സെക്ഷൻ തുടങ്ങുകയാണ്. ഫിസിയോളജി ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നതാണ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് ഡൈജസ്റ്റ് ചെയ്യപ്പെടുകയും അബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്, എങ്ങനെ ആഗിരണം ചെയ്യുന്നു, എങ്ങനെ അത് ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാ ജീവികളുടെയും ഒരു ബേസിക് റിക്വയർമെൻറ്റാണ്. നമുക്ക് മേജറായിട്ടുള്ള കമ്പോണൻസ് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിലെ മേജർ കമ്പോണൻസ് അല്ലെങ്കിൽ മേജർ എനർജി സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ് ഒക്കെയാണ്. അതുപോലെ വൈറ്റമിൻസ്, മിനറൽസ്, വാട്ടറൊക്കെ വേണം. വാട്ടറൊക്കെ മെറ്റബോളിക് റിയാക്ഷൻസ് ഒക്കെ നന്നായി നടക്കാനും ഡീഹൈഡ്രേഷൻ തടയാനും ഒക്കെ വാട്ടർ വേണം. അപ്പോൾ ഈ പറയുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നത്? നമുക്കറിയാം, ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ് അതൊക്കെ മാക്രോ മോളിക്യൂൾസാണ്, ബയോ മാക്രോ മോളിക്യൂൾസാണ്. ദീസ് ബയോ മാക്രോ മോളിക്യൂൾസ് ഷുഡ് ബി ഡീഗ്രേഡഡ്. അത് എന്ത് ചെയ്യണം? അത് വിഘടിക്കണം, എന്നിട്ട് മൈക്രോ മോളിക്യൂൾസ് ആയിട്ടാണ് മാറേണ്ടത്. ദീസ് മൈക്രോ മോളിക്യൂൾസ് ക്യാൻ ബി അബ്സോർബ്ഡ് ഇൻ ടു ദ ബോഡി. മൈക്രോ മോളിക്യൂൾസ് ആണ് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്? This splitting of complex substances into simpler micromolecule is known as digestion. This digestion is carried out by digestive system and associated glands. It includes both mechanical and chemical reactions and chemical methods. നമുക്ക് നോക്കേണ്ടത് what are these mechanical and chemical methods and which all organs helps in this digestion and absorption. Nutrition എന്ന് പറഞ്ഞാൽ getting and utilization of energy rich nutrients or food by an organism. This food is required for life activities, growth, maintenance of body temperature and normal metabolic reactions, repairing. ഇങ്ങനെ എല്ലാത്തിനും നമുക്ക് എനർജി വേണം. ആ എനർജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫുഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു, മേജർ സോഴ്സസ് ആണ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, മിനറൽസ്, വാട്ടർ, വൈറ്റമിൻസ് ഒക്കെ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്? അതിനുവേണ്ടി നമുക്ക് ആദ്യം ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കണം. ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എലിമെൻ്ററി കനാൽ ഓർ ഗട്ട് ആൻഡ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് or associated glands. Alimentary canal consists of mouth, buccal cavity, pharynx, esophagus, stomach, small intestine, large intestine and anus. ഇത്രയും പാർട്ടുകൾ കൂടിയതാണ് ഹ്യൂമൻ എലിമെൻ്ററി കനാൽ അല്ലെങ്കിൽ ഗട്ട് എന്ന് പറയുന്നത്. ദഹനേന്ദ്രിയ വ്യവസ്ഥ. ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ ഗ്ലാൻസും കൂടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഗ്ലാൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് സലൈവറി ഗ്ലാൻസ്, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് എന്ന് പറയുന്നത് സ്റ്റൊമക്കിലുള്ള ഗ്ലാൻസിനെയാണ് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്ന് പറയുന്നത്. ലിവർ, പാൻക്രിയാസ് ആൻഡ് ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻസ്. ദീസ് ആർ ദ ഗ്ലാൻസ് വിച്ച് പ്രൊഡ്യൂസസ് സെക്രീഷൻസ് ഫോർ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ. ദെൻ ഫസ്റ്റ് മൗത്ത് ആൻഡ് ബക്കൽ ക്യാവിറ്റിയാണ്. നമുക്കറിയാം, മൗത്ത് വായ, അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ടു റിസീവ് ഫുഡ്. മൗത്തിൽ എന്തൊക്കെയാണ് മേജറായിട്ടുള്ള ഓർഗൻസ് ഉള്ളത്? ടീത്ത്, ടങ്, അതുപോലെ ജോസ്, അതൊക്കെയാണ് മേജറായിട്ടുള്ളത്. അപ്പോൾ മൗത്ത്, വായ തുറക്കുമ്പോഴുള്ള ക്യാവിറ്റിയില്ലേ, അതിനാണ് ബക്കൽ ക്യാവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഈ ബക്കൽ ക്യാവിറ്റിയുടെ റൂഫ്, അതിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഇതാണ് മുകൾ ഭാഗം, ഈ കാണുന്ന ഏരിയ. ഈ മുകൾ ഭാഗം പാലറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പാലറ്റ്. ഇതിൽ ഇൻ ഫ്രണ്ട് ഓഫ് വരുന്ന പോർഷൻ ഹാർഡ് പാലറ്റ് എന്നും ബാക്കിലേക്ക് വരുന്ന പോർഷൻ സോഫ്റ്റ് പാലറ്റ് എന്നും പറയും. പിന്നെ വരുന്നത് ടങ് ആണ്. ടങ് ഒരു മസ്കുലാർ ഓർഗനാണ്, വോളണ്ടറി മസിൽസ് ഉള്ള ഓർഗനാണ്. ടങ്ങിന് കുറേ ഫങ്ഷൻസ് ഉണ്ട്. സ്പീച്ചിന് സഹായിക്കുന്നു, ടേസ്റ്റ് ബഡ്സ് ഉണ്ട്, ടേസ്റ്റ് നോക്കാൻ സഹായിക്കുന്നു, ടീത്ത് ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്നു. അങ്ങനെ ടങ്ങിന് കുറേ ഫങ്ഷൻസ് ഉണ്ട്. അതുപോലെ ഫുഡ് താഴെ ഈസോഫാഗസിലേക്ക് മൂവ് ചെയ്യാൻ സഹായിക്കുന്നു. വെള്ളം കുടിക്കുമ്പോൾ ഒരു സ്പൂൺ പോലെ ഫങ്ഷൻ ചെയ്യുന്നു. അങ്ങനെ ടങ്ങിന് കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഇനി ടങ് ഓറൽ ക്യാവിറ്റിയുടെ ഫ്ലോറിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ സ്കിൻ ഫോൾഡ് പോലത്തെ സ്ട്രക്ചറാണ്. ആൻഡ് ദാറ്റ് സ്ട്രക്ചർ ഇസ് നോൺ ആസ് ഫ്രെനുല.
ദാറ്റ് സ്ട്രക്ചർ ഇസ് നോൺ ആസ് ഫ്രനുല. ഈ കാണുന്നതാണ് ഫ്രനുല. അതുപോലെ ടങ്ങിൽ ചെറിയ ചെറിയ പാപ്പില്ലേ ഉണ്ട്, ചെറിയ ചെറിയ പ്രൊജക്ഷൻസ്, ചെറിയ ചെറിയ തടുപ്പുകൾ പോലെ. അതിനാണ് പാപ്പില്ലേ എന്ന് പറയുന്നത്. സം പാപ്പില്ലേ ബെയർ ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ഇതാ ഉപ്പ്, മധുരം, പുളി, ചവർപ്പ് എന്നൊക്കെ പറഞ്ഞ് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ഉമാമി എന്ന് പറയുന്ന ഒരു ടേസ്റ്റും കൂടി ഉണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടേസ്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ബാക്കിലാണെങ്കിൽ ടങ്ങിൻ്റെ ബാക്കിൽ 2 സൈഡിലുമായിട്ട് ടോൺസിൽസ് ഉണ്ട്. പിന്നെ മേജറായിട്ട് വായിലുള്ളതാണ് ടീത്ത്. അപ്പോൾ ഇത്രയുമാണ് മൗത്ത് ആൻഡ് ബക്കൽ ക്യാവിറ്റിയിലെ ഉള്ള മേജറായിട്ടുള്ള ഓർഗൻസ് അല്ലെങ്കിൽ പാർട്സ്. പാലറ്റ്, റൂഫുണ്ട്, മുകൾ ഭാഗം പാലറ്റ്, പിന്നെ ടങ്ങുണ്ട്, അതുപോലെ ഹാർഡ് പാലറ്റ് ഉണ്ട്, ഹാർഡ് പാലറ്റും സോഫ്റ്റ് പാലറ്റും ഉണ്ട്. യുവ്യൂള, അണ്ണാക്ക് എന്ന് പറയുന്ന സ്ട്രക്ചറുണ്ട്. ടങ്ങിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫ്രനുലം എന്ന് പറയുന്ന സ്കിൻ ഫോൾഡ് കൊണ്ടാണ്. ടങ് കൺസിസ്റ്റ് ഓഫ് പാപ്പില്ലേ ആൻഡ് ടേസ്റ്റ് ബഡ്സ്. ഓൺ either സൈഡ് ഓഫ് ദ ടങ് ആൻഡ് ദ ബാക്ക് സൈഡ് ടോൺസിൽസ് ആർ പ്രസൻറ്റ്. പിന്നെയുള്ളത് ടീത്താണ്. ടീത്തിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഹ്യൂമൻ ഡെൻറ്റീഷൻ അതിനെ നമുക്ക് 3 വാക്കുകൾ കൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ദറ്റ് ഈസ് ഹെറ്ററോഡോൺ ഡെൻറ്റീഷൻ, തീക്കഡോൺ ഡെൻറ്റീഷൻ ആൻഡ് ഡിഫിയോഡോൺ ഡെൻറ്റീഷൻ. ഹ്യൂമൻ ഡെൻറ്റീഷൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസ് ഓഫ് 3 ടേംസ്. ഡെൻറ്റീഷൻ എന്ന് പറഞ്ഞാൽ നേച്ചർ ആൻഡ് മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ടീത്ത്. ടീത്ത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ രീതിക്ക് പറയുന്ന പേരാണ് ഡെൻറ്റീഷൻ. പലതരത്തിലുള്ള ഡെൻറ്റീഷൻ ഉണ്ട്. ഹ്യൂമൻ ഡെൻറ്റീഷൻ ഹെറ്ററോഡോണ്ടാണ്, തീക്കഡോണ്ടാണ്, ഡിഫിയോഡോണ്ടാണ്. ഇനി വാട്ട് ദിസ് ടേംസ് എക്സ്പ്ലെയിൻസ് അതാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ, ഹെറ്ററോഡോൺ ഡെൻറ്റീഷൻ. ഹെറ്ററോ മീൻസ് ഡിഫറെൻറ്റ്. ദാറ്റ് ഈസ് ദിസ് ഹെറ്ററോഡോൺ ഡെൻറ്റീഷൻ മീൻസ് human beings possess different kinds of teeth. They are incisors, canines, premolars and molars. Incisors for cutting, canines കോമ്പല്ലുകൾ for tearing, premolars for mastication and molars also for mastication. ഈ കാണുന്നതാണ് ഇൻസിസേഴ്സ്. ഇത് മോളാസ് എന്നാണ് ലേബൽ ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ഇൻസിസർ ആണ് കേട്ടോ. ദിസ് ഇസ് ഇൻസിസേഴ്സ്. പിന്നെ കെനൈൻസ് കോമ്പല്ലുകൾ. ഇൻസിസേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫ്രണ്ടിൽ കാണുന്ന പല്ലുകളാണ് ഇൻസിസർ, മുകളിലും താഴെ. പിന്നെയുള്ളതാണ് കോമ്പല്ലുകൾ. പിന്നെ ബാക്ക് അണപ്പല്ലാണ് മോളാസ്, ബാക്കിലേക്കുള്ള. കസ്പ് എന്ന് വെച്ചാൽ കുഴികൾ പോലെയുള്ള പല്ലുകളാണ് പ്രീമോളാസ് ആൻഡ് മോളാസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെറ്ററോഡോൺ ഡെൻറ്റീഷൻ എന്ന് പറയുന്നത്. Premolars and molars are collectively called cheek teeth, which have cusps. കസ്പുകൾ അല്ലെങ്കിൽ കുഴിവുകൾ, മോൾ ഭാഗത്ത് ചെറിയ കുഴിവുകൾ പോലെയൊക്കെ ഉള്ളതുകൊണ്ട് അവരെ പറയുന്ന പേരാണ് ചീക്ക് ടീത്ത്. പിന്നെ വാട്ട് ഇസ് തീക്കഡോൺ ഡെൻറ്റീഷൻ? തീക്കഡോൺ ഡെൻറ്റീഷൻ മീൻസ് ടീത്ത് ഇസ് പ്ലേസ്ഡ് ഇൻ ജോ സോക്കറ്റ്സ്. ഓക്കെ, ടീത്ത് താടിയെല്ലിൽ കുഴികളിലേക്ക് അറ്റാച്ച് ചെയ്ത് ഉള്ളിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് തീക്കഡോൺ ഡെൻറ്റീഷൻ എന്ന് പറയുന്നത്. സോക്കറ്റ്സ് കാണിച്ചിട്ടുണ്ട്, അതാണ് തീക്കഡോൺ ഡെൻറ്റീഷൻ. ഇതിൽ ഇൻസിസേഴ്സ്, കെനൈൻസ്, പ്രീമോളാസ്, മോളാസ് ഒക്കെ കൃത്യമായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന 4 മുകളിലും താഴെയും അത് ഇൻസിസേഴ്സ്. പിന്നെ കാണുന്നത് കോമ്പല്ലുകൾ, മുകളിൽ 2 താഴെ 2 കെനൈൻസ്. പിന്നെ 2 അതായത് മുകളിലും താഴെയും 2 സൈഡിലുമായിട്ട് പ്രീമോളാസ്. പിന്നെ ബാക്കിലേക്ക് കാണുന്നത് മോളാസ്. ഇത്രയുമാണ് തീക്കഡോൺ ഡെൻറ്റീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഡിഫിയോഡോൺ ഡെൻറ്റീഷൻ. ഡിഫിയോഡോൺ ഡെൻറ്റീഷൻ മീൻസ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് പൊസസ് 2 types of teeth. അതായത് ടീത്ത് അപ്പിയർ ട്വൈസ് ഇൻ ലൈഫ് ടൈം. ദറ്റ് ഈസ് മിൽക്ക് ടീത്ത് ആൻഡ് പെർമനൻറ്റ് ടീത്ത്. മിൽക്ക് ടീത്ത് ഓർ ഡെസിഡ്വൽ ടീത്ത്, that is 20 in number, 20 എണ്ണേ ഉള്ളൂ. That develops at the stage development starts at the stage of 6 to 7 months of birth. ഒരു ചെറിയ കുട്ടിക്ക് 6 മുതൽ 7 മാസം ആകുമ്പോഴേക്കും ഉണ്ടായി വരുന്ന ടീത്താണ് മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത്. They are replaced by permanent teeth at the age of 6 to 7. ഈ മിൽക്ക് ടീത്ത് കുറച്ച് കഴിയുമ്പോൾ പൊഴിഞ്ഞു പോകും.
അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പെർമനൻറ്റ് ടീത്ത് വരും. പെർമനൻറ്റ് ടീത്ത് 32 എണ്ണം ഉണ്ട്, സമയം മിൽക്ക് ടീത്ത് 20 എണ്ണേ ഉള്ളൂ. ഒന്ന് കമ്പയർ ചെയ്യൂ. അതായത് പെർമനൻറ്റ് ടീത്തും റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് മിൽക്ക് ടീത്ത് ആൻഡ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് പെർമനൻറ്റ് ടീത്താണ്. നോക്കിയേ, പ്രീ മോളാസ് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ പ്രീ മോളാസ് ഉണ്ട്, അതേസമയം ഇവിടെ പ്രീ മോളാസ് ഇല്ല. അതായത് നമ്മൾ ഇത് പെർമനൻറ്റ് ടീത്തും ദിസ് ഇസ് മിൽക്ക് ടീത്തും. മിൽക്ക് ടീത്തിൽ പ്രീ മോളാസും അതുപോലെ മോളാസ് ഇവിടെ നോക്കിയേ ഇവിടെ 3 സെറ്റ് ഉണ്ട്, ഇവിടെ 2 സെറ്റേ ഉള്ളൂ. അപ്പോൾ എന്താണ് മേജറായിട്ട് എണ്ണത്തിൽ വരുന്ന വ്യത്യാസം? പ്രീ മോളാസ് ആബ്സെൻ്റ് ആണ്, അതുപോലെ ഒരു മോളാറും ആബ്സെൻ്റ് ആണ്. ഒരു സൈഡിലെ കാര്യമാണ് ഈ പറയുന്നത്, ഈ ഒറ്റ സൈഡിലെ കാര്യമാണ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് എല്ലാ സൈഡിലും. പ്രീ മോളാസ് ടോട്ടലി ആബ്സെൻ്റ് ആണ്, മോളാസ് ഒരു സെറ്റ് ആബ്സെൻ്റ് ആണ്. അതാണ് മിൽക്ക് ടീത്തും പെർമനൻറ്റ് ടീത്തും തമ്മിലുള്ള വ്യത്യാസം. The last 4 molars appear only at the age of 18. ഈ ലാസ്റ്റ് ആയിട്ടുള്ള 4 molars appear ചെയ്യുന്നത് 18th ഒരു 18 വയസ്സിന് ശേഷമാണ്. സോ ദേ ആർ കോൾഡ് വിസ്ഡം ടീത്ത്. അതുപോലെ ദിസ് ടീത്ത് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എ സബ്സ്റ്റൻസ് കോൾഡ് ഒരു ഐവറി കളറുള്ള സബ്സ്റ്റൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് ഡെൻറ്റൈൻ. ആൻഡ് ദ ഔട്ടർ സർഫസ് ഓഫ് ടീത്ത് ഇസ് കവേർഡ് ബൈ എ ഹാർഡ് സബ്സ്റ്റൻസ് നോൺ ആസ് ഇനാമൽ എന്ന് പറഞ്ഞ ഒരു ഹാർഡ് സബ്സ്റ്റൻസ് കൊണ്ട് കവർ ചെയ്താണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ച്യൂയിങ് ഒക്കെ പറ്റുന്നത്, ച്യൂയിങ് സർഫസ്. പിന്നെ ഡെൻറ്റൽ ഫോമുല എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ഡെൻറ്റൽ ഫോമുല എന്ന് പറഞ്ഞാൽ നമ്പർ ആൻഡ് കൈൻഡ്സ് ഓഫ് ടീത്ത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഡെൻറ്റൽ ഫോമുല. അത് ICPM എന്നൊക്കെ പറഞ്ഞ ഓരോ അക്ഷരങ്ങളുണ്ട്. അല്ല, I എന്ന് പറഞ്ഞാൽ ഇൻസിസേഴ്സ്, C canines, PM premolars ആൻഡ് M stands for molars. അതിൻ്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്പർ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീത്തിൻ്റെ ഒരു ഭാഗത്തെ ഇത്രയുമാണ് കാണിച്ചിരിക്കുന്നത്, അത്രയും ഭാഗത്തെയാണ് കാണിച്ചിരിക്കുന്നത്. അത്രയും എത്ര എണ്ണാണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഓരോന്നും എത്രയുണ്ട് നോക്കിയേ. ഇൻസിസേഴ്സ് അല്ലെങ്കിൽ ഒരു ഭാഗത്തെ അപ്പർ ജോ അല്ലെങ്കിൽ ലോവർ ജോ അല്ലെങ്കിൽ ഒരു സൈഡിലെയാണ് കാണിച്ചിരിക്കുന്നത്. മൊത്തം ഇത്രയുമാണ് പറയുന്നത്. ഇത്രയും ഭാഗത്തെയാണ് അപ്പർ ജോ ലോവർ ജോ ഒരു സൈഡിലെയാണ് പറയുന്നത്. അപ്പോൾ ഇൻറ്റു 2 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്നത്. ഇൻസിസേഴ്സ്, കാനൈൻസ്, പ്രീമോളാസ്, മോളാസ്. അപ്പോൾ അതിൻ്റെ ഡെൻറ്റൽ ഫോമുല നോക്കുമ്പോൾ ഇൻസിസേഴ്സ് 2/2, അതായത് അപ്പർ ജോയിലും ലോവർ ജോയിലും 2 വീതം ഇൻസിസേഴ്സ് ഒരു സൈഡിലെയാണ് പറയുന്നത്. കാനൈൻസ് ആണെങ്കിൽ 1/1, പ്രീമോളേഴ്സ് 2/2, മോളാസ് 3/3. ഇത് പെർമനൻറ്റ് ടീത്തിൻ്റെയാണ്, അഡൾട്ടിൻ്റെയാണ്. ഇൻറ്റു 2 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്നത്. ഒരു സൈഡിലെയാണ് ഇപ്പോൾ പറയുന്നത്, 2 സൈഡിലെയും കൂടെ വരുമ്പോൾ ഇൻറ്റു 2. അതുപോലെ ടോട്ടൽ എണ്ണി നോക്കിയാൽ 32. അതേസമയം മിൽക്ക് ഡെൻറ്റീഷൻ്റെ ആണെങ്കിൽ 2102, താഴെയും 2102. അതായത് പ്രീ മോളാസ് ആബ്സെൻ്റ് ആണ്, മോളാസ് ഒരു സെറ്റ് കുറവാണ്. അപ്പോൾ ഇൻറ്റു 2 ചെയ്യുമ്പോൾ 20. ഇതാണ് ഡെൻറ്റൽ ഫോമുല. ഇത് ചോദിക്കാറുണ്ട്, ഇത് പഠിക്കണം, ഡെൻറ്റൽ ഫോമുല. ദെൻ നെക്സ്റ്റ് വരുന്നത്, അപ്പോൾ മൗത്ത് ആൻഡ് ബക്കൽ ക്യാവിറ്റി കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്ന പാർട്ടാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. ഫാരിങ്സ് ഇസ് എ കോമൺ പാസേജ് ഫോർ ഡൈജസ്റ്റീവ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റത്തിനും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും ഉള്ള ഒരു കോമൺ പാസേജ് ആണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് മെറ്റീരിയൽസ് പാസ് ചെയ്യുമ്പോൾ ഈ എങ്ങോട്ട് തന്നെ പോകണം, ഡൈജസ്റ്റീവ് ട്രാക്റ്റിലേക്ക് തന്നെ ഫുഡ് മെറ്റീരിയൽസ് പാസ് ചെയ്യണം, റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് പോകാൻ പാടില്ല. ഫാരിങ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഫാരിങ്സിനെ തന്നെ നമുക്ക് നെയ്സോ ഫാരിങ്സ്, ഓറോ ഫാരിങ്സ്, ഹൈപ്പോ ഫാരിങ്സ് എന്നൊക്കെ പറഞ്ഞ് തിരിക്കാം. ഫാരിങ്സിൻ്റെ ഡിവിഷനാണ് ഈ പറയുന്നത്. ഫാരിങ്സിൻ്റെ ഡിവിഷനാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലൊക്കെ കാണിച്ചിരിക്കുന്നത്. നെയ്സോ ഫാരിങ്സ്, ഓറോ ഫാരിങ്സ്, ഹൈപ്പോ ഫാരിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ഫാരിങ്സ് ആണ്. താഴേക്കാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. ഫാരിങ്സ് ഇസ് എ കോമൺ ഓപ്പണിംഗ് ഫോർ എയർ ആൻഡ് ഫുഡ് അങ്ങനെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് ആൻഡ് ഡൈജസ്റ്റീവ് പേർപ്പസസ്. ഫുഡ് മെറ്റീരിയൽസ് ഫാരിങ്സിൽ കൂടെ പോകുമ്പോൾ അത്
റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്കുള്ള ഓപ്പണിംഗ് ആണ്, അല്ലെങ്കിൽ ലാരിങ്സിലേക്കുള്ള ഓപ്പണിംഗ് ആണ് ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ദിസ് ഗ്ലോട്ടിസ് ഇസ് കവേർഡ് ബൈ എ കാർട്ടിലേജിനസ് ഫ്ലാപ്പ് ലൈക്ക് സ്ട്രക്ചർ, ഒരു അടപ്പ് പോലത്തെ സ്ട്രക്ചർ ഉണ്ട്, ദാറ്റ് ഇസ് നോൺ ആസ് എപ്പിഗ്ലോട്ടിസ്. ഈ എപ്പിഗ്ലോട്ടിസ് ഈ ഗ്ലോട്ടിസിനെ അങ്ങ് അടയ്ക്കും, കവർ ചെയ്യും. അതുകൊണ്ടാണ് ഫുഡ് മെറ്റീരിയൽസ് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഉറക്കെ ചിരിക്കുകയും സംസാരിക്കുകയും വർത്താനം പറയുകയും ചെയ്യരുതെന്ന് പറയുന്നത്. അത് ആക്സിഡൻ്റലി ഗ്ലോട്ടിസ് എങ്ങാനും ഓപ്പൺ ആയി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ് തുറന്ന് ഗ്ലോട്ടിസിലേക്ക് ഫുഡ് മെറ്റീരിയൽസ് പോവുകയാണെങ്കിൽ ആ റെസ്പിറേറ്ററി ട്രാക്റ്റ് ബ്ലോക്കായി ഈവൻ ലീഡ്സ് ടു ഡെത്ത്. അപ്പോൾ അതാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്, ഒരു കവർ ലൈക്ക് സ്ട്രക്ചറാണ്. ഇനി എലിമെൻ്ററി കനാലിലെ ഈസോഫാഗസ്. ഈസോഫാഗസ് ഇസ് എ മസ്കുലർ ട്യൂബ് ദാറ്റ് ഇസ് അബൌട്ട് 30 cm ആൻഡ് ദെൻ കണ്ടക്ട്സ് ഫുഡ് ഇൻ ടു സ്റ്റമക്ക്. ഫുഡ് സ്റ്റമക്കിലേക്ക് കണ്ടക്ട് ചെയ്യുന്ന ഒരു ട്യൂബുലാർ സ്ട്രക്ചറാണ് എന്ത്, ഈസോഫാഗസ്. പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ഈസോഫാഗസ് ഹാസ് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ക്ടർ എന്ന് പറഞ്ഞാൽ മസിൽസ് ആണ്, സർക്കുലർ മസിൽസ് ആണ്. ഇറ്റ് കൺട്രോൾസ് ദ ഓപ്പണിംഗ് ഓഫ് ഈസോഫാഗസ് ഇൻ ടു സ്റ്റമക്ക്. ഈസോഫാഗസിനെ സ്റ്റൊമക്കിലേക്ക് തുറക്കുന്ന, പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അറ്റത്ത്, ഈ കാണുന്നതാണ് ഈസോഫാഗസ്. ഈസോഫാഗസിൻ്റെ പോസ്റ്റീരിയർ പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത്, ഇവിടെയാണ് സർക്കുലർ മസിൽസ് ഉണ്ട്, കണ്ടോ, സർക്കുലർ മസിൽസ്, അതാണ്, അവിടെയാണ് സ്ഫിങ്ക്ടർ ഉള്ളത്. ദിസ് സ്ഫിങ്ക്ടർ, അതായത് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ക്ടർ, ഇറ്റ് കൺട്രോൾസ് ദ മൂവ്മെൻറ്റ് ഓഫ് ഫുഡ് ഇൻ ടു ദ സ്റ്റമക്ക്. സ്റ്റമക്കിലേക്കുള്ള മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്ന സ്ഫിങ്ക്ടറാണ് ഈ പോസ്റ്റീരിയർ പാർട്ടിൽ ഉള്ളത്. നെക്സ്റ്റ് വൺ സ്റ്റൊമക്കാണ്. ഈസോഫാഗസ് കഴിഞ്ഞാൽ വരുന്ന പോർഷനാണ് സ്റ്റൊമക്ക്. ഈസോഫാഗസ് ആൻഡ് ട്രക്കിയ ഓപ്പൺസ് ഇൻ ടു ഫാരിങ്സ്. അവിടെയാണ് ഫാരിങ്സിൻ്റെ എപ്പിഗ്ലോട്ടിസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ദെൻ കംസ് ദ സ്റ്റൊമക്ക്. ഈസോഫാഗസ് ഒരു തിൻ ലോങ് ട്യൂബാണ്, അത് നെക്കിൽ കൂടെ പോകുന്നു, തൊറാക്സ് ആൻഡ് ഡയഫ്രം ആൻഡ് ലീഡ്സ് ടു എ ജെ ഷേപ്പ് ബാഗ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് സ്റ്റൊമക്ക്. ഈസോഫാഗസ് ലീഡ് ചെയ്യുന്ന ഒരു ജെ ഷേപ്പിലുള്ള ബാഗ് ലൈക്ക് സ്ട്രക്ചറാണ് സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. ഒരു മസ്കുലർ സ്ഫിങ്ക്ടറാണ് ഈ ഫുഡ് സ്റ്റൊമക്കിലേക്ക് ഉള്ള മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. സ്റ്റൊമക്കിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റൊമക്ക് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു കാർഡിയാക് സ്റ്റൊമക്ക്, ഫണ്ടസ്, പൈലോറിക് സ്റ്റൊമക്ക് അല്ലെങ്കിൽ ബോഡി, ഇങ്ങനെ പലതായിട്ട് സ്റ്റൊമക്കിനെ ഡിവൈഡ് ചെയ്യും. 4 പാർട്സാണ്. കാർഡിയാക്, ഫണ്ടിക് റീജിയൻ, കാർഡിയാക് പോർഷൻ എന്ന് പറഞ്ഞാൽ ഈസോഫാഗസ് ഓപ്പൺ ചെയ്യുന്ന ആ ഭാഗം, അതാണ് കാർഡിയ. ഇതാ ഇവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്, ദിസ് ഇസ് കാർഡിയ, ഈ ഭാഗം, ഇതാണ് കാർഡിയ. നെക്സ്റ്റ് വരുന്ന ഒരു വലിയ ഏരിയ ആണ് ഫണ്ടസ് എന്ന് പറയുന്നത്, ഇതാണ് ഫണ്ടസ്. ദെൻ കംസ് ദ ബോഡി. ബോഡിയാണ് ഏറ്റവും മെജോറിറ്റി പാർട്ട്. ഏറ്റവും ലാസ്റ്റ് പാർട്ടാണ് പൈലോറിക് റീജിയൻ. പൈലോറിക് റീജിയനിൽ വെച്ചിട്ടാണ് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് സ്റ്റൊമക്കിൻ്റെ പാർട്സ്. കാർഡിയാക്, ഫണ്ടസ്, ബോഡി, പൈലോറിക്. പൈലോറിക് സ്റ്റൊമക്ക് ലീഡ്സ് ടു സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ബൈ ആൻ ഓപ്പണിംഗ് കോൾഡ് പൈലോറസ്. പൈലോറസ് എന്ന് പറയുന്ന ഓപ്പണിംഗ് കൂടിയാണ് പോകുന്നത്. അവിടെയും ഒരു സ്ഫിങ്ക്ടർ ഉണ്ട്, ദാറ്റ് ഇസ് നോൺ ആസ് പൈലോറിക് സ്ഫിങ്ക്ടർ. ഓക്കെ. അതുപോലെ ഇന്നർ വാൾസ് ഓഫ് സ്റ്റൊമക്ക് ബേസ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫോൾസ് കോൾഡ് റൂഗേ. അതായത് സ്റ്റൊമക്കിൻ്റെ ഇന്നർ വാൾസിൽ മടക്കുകളുണ്ട്. ആ മടക്കുകളെ പറയുന്ന പേരാണ് റൂഗേ എന്ന്. റൂഗേ. ആ മടക്കുകളുടെയൊക്കെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ. സർഫസ് ഏരിയ കൂട്ടുക എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഫംഗ്ഷൻ. Then comes the small intestine. It is the longest part of the gut. It is 7 meters long and 2.5 centimeters in diameter. Small intestine can be divided into 3 parts. That is duodenum. C-shaped first part ആണ് duodenum. ഇവിടെ കണ്ട് ഇതാണ് duodenum. This is duodenum. It is C-shaped, no? Then jejunum. Jejunum means the middle part. കണ്ടോ, ഈ പാർട്ടാണ് jejunum. And the terminal part is known as ileum. Final and last and final part അതാണ് ileum. അപ്പോൾ small intestine consists of 3 parts. C-shaped duodenum, long
കോയിൽഡ് ആയിട്ടുള്ള മിഡിൽ ജെജുനം ആൻഡ് ഹൈലി കോയിൽഡ് ഇലിയം. ദെൻ ദ ഓപ്പണിംഗ് ഓഫ് സ്റ്റൊമക്ക് ഇൻ ടു ഡുവോഡനം ഇസ് ഗാർഡഡ് ബൈ പൈലോറിക് സ്ഫിങ്ക്റ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദെൻ ഇലിയം ഓപ്പൺസ് ഇൻ ടു ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇലിയം അല്ലേ ലാസ്റ്റ് പാർട്ട്. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ പൊസസ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾഡ് വില്ലൈ. ഈ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഉൾഭാഗത്തുള്ള ലെയറിന് പറയുന്ന പേരാണ് മ്യൂക്കോസ. ഈ മ്യൂക്കോസയിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ധാരാളം ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ, വിരലുകൾ പോലെയുള്ള പ്രൊജക്ഷൻസ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് വില്ലൈ. ഓരോ വില്ലയ്ക്കും ഒരു ബ്രഷ് ബോർഡേഡ് ആയിട്ട് കോളംനാർ എപ്പിത്തീലിയം ഉണ്ട്. അതിൽ മൈക്രോ വില്ലൈകളുണ്ട്. വില്ലൈ ആൻഡ് മൈക്രോ വില്ലൈ. ഈ കാണിച്ചിരിക്കുന്നതാണ് വില്ലൈ എന്ന് പറയുന്നത്, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ്റെ ഓരോ സെൽസും ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ബ്രഷ് ബോർഡേഡ് എപ്പിത്തീലിയം എന്ന്. അപ്പോൾ ആ വില്ലയുടെ ബ്രഷ് ബോർഡേഡ് എപ്പിത്തീലിയമാണ്. ആ ബ്രഷ് ബോർഡേഡ് എപ്പിത്തീലിയത്തിൽ എന്ത് നമുക്ക് കാണാൻ പറ്റും? മൈക്രോ വില്ലൈ കാണാൻ പറ്റും. ഇത് വില്ലയാണ്. വില്ലയുടെ ഈ ഭാഗമാണ് മൈക്രോ വില്ലൈ എന്ന് പറയുന്നത്. വില്ലയിലെ ഓരോ സെൽസും ഉണ്ടാക്കിയിരിക്കുന്നത് മൈക്രോ വില്ലൈ, അതിൻ്റെ സർഫസിൽ മൈക്രോ വില്ലൈ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ഫങ്ഷൻ ഇൻക്രീസ് ദ സർഫസ് ഏരിയ ആണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ധാരാളം എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഡൈജഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വില്ലൈ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ വില്ലൈ കൺസെപ്റ്റ് കാപ്പിലറി നെറ്റ്വർക്ക് ആൻഡ് എ സ്മോൾ ലിംഫ് വെസൽ. വില്ലയിൽ കാണുന്നുണ്ടോ? വില്ലയുടെ എൻലാർജ് വ്യൂ ആണ് ഈ കാണിക്കുന്നത്. വില്ലയ്ക്ക് ഒരു കാപ്പിലറി നെറ്റ്വർക്ക് ഉണ്ട്. ഇതാ കാപ്പിലറി ബെഡ് കാണുന്നുണ്ടല്ലോ, കാപ്പിലറി നെറ്റ്വർക്ക് ഉണ്ട്. അതുപോലെ അതിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് ഒരു യെല്ലോ ട്യൂബ് കാണുന്നുണ്ടോ? ദിസ് ഇസ് ലാക്റ്റിയൽ. അതെൻ്റെ ലിംഫാറ്റിക് വെസലാണ്. ഇതാണ് വില്ലയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. വില്ലയുടെ ഫങ്ഷൻ ഇൻക്രീസ് ദ സർഫസ് ഏരിയ. നെക്സ്റ്റ് കംസ് ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആൻഡ് ഏനസ്. It is about 1.5 meters long. It has 3 parts: cecum, colon and rectum. Cecum is well developed in herbivores, but it is very small in man. കാരണം ഹെർബിവോസിൽ സെല്ലുലോസ് ഡൈജഷൻ നടക്കുന്നുണ്ട്. സെല്ലുലോസ് ഡൈജഷന് വേണ്ടിയിട്ടുള്ള പെക്യൂലിയർ സ്ട്രക്ചറാണ് സീക്കം. ഇറ്റ് ഈസ് വെരി വെൽ ഡെവലപ്ഡ് ഇൻ കേസ് ഓഫ് herbivores. Herbivores എന്ന് പറഞ്ഞാൽ plant eaters. Arising from the cecum, there is a finger-like vestigial organ called vermiform appendix. This is vermiform appendix. Vermiform appendix എന്ന് പറഞ്ഞാൽ ഒരു finger-like projection ആണ്. ആ finger-like projection സീക്കത്തിലാണുള്ളത്. അത് ഹ്യൂമൻ ബീങ്സിലെ വെസ്റ്റീജിയൽ ഓർഗനാണ്, അതായത് റൂഡിമെൻ്ററി ആണ്, പ്രത്യേകിച്ച് ഫങ്ഷണൽ അല്ല. ഈ അപ്പൻഡിക്സിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷനൊക്കെ വരുമ്പോഴാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്ന ഡിസീസൊക്കെ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് കംസ് ദ കോളൻ. അടുത്തത് കോളനാണ്. കോളനിൽ അസെൻഡിങ് കോളൻ ഉണ്ട്. ദിസ് ഇസ് അസെൻഡിങ് കോളൻ, ദിസ് ഇസ് ഡിസെൻഡിങ് കോളൻ ആൻഡ് ദിസ് ഇസ് ട്രാൻസ്വേഴ്സ് കോളൻ. അസെൻഡിങ്, ഡിസെൻഡിങ് ആ റൂട്ട് ഓർത്താൽ മതി. ആൻഡ് അസെൻഡിങ് ട്രാൻസ്വേഴ്സ് ആയിട്ടല്ലേ പോകുന്നത്. ദെൻ ഡിസെൻഡിങ്. Then comes the rectum. Pelvic colon, last part of colon, leads to rectum that opens out through anus. Rectum is the last part of intestine, large intestine. It opens out through anus. Anus is also guarded by anal sphincter. Circular voluntary muscles ആണ്. Anal sphincter വെച്ച് anusനെയും ഗാർഡ് ചെയ്തിട്ടുണ്ട്. In some herbivores, നേരത്തെ പറഞ്ഞില്ലേ, ലാർജ് ഇൻറ്റസ്റ്റൈൻ കൺസെപ്റ്റ് സെല്ലുലോസ് ഡൈജസ്റ്റിംഗ് ബാക്ടീരിയ, സെല്ലുലോസ് ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള മൈക്രോബ്സ് ഉണ്ടാവും. ദെൻ ഹിസ്റ്റോളജി ഓഫ് ഹ്യൂമൻ ഗട്ട്. ഹ്യൂമൻ ഗട്ടിനെ നമ്മൾ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സെൽസ് അല്ലെങ്കിൽ ലെയേഴ്സ് എങ്ങനെയൊക്കെയാണ്? ഫസ്റ്റ് ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയറാണ് മ്യൂക്കോസ. മ്യൂക്കോസ ഇന്നർമോസ്റ്റ് മോയിസ്റ്റ് എപ്പിത്തീലിയൽ ലെയറാണ്. ഇറ്റ് കണ്ടെയ്ൻസ് സെക്രീറ്ററി ആൻഡ് അബ്സോർപ്റ്റീവ് സെൽസ്. സെക്രീറ്ററി സെൽസും ഉണ്ട്, അബ്സോർപ്റ്റീവ് സെൽസും ഉണ്ട്. അത് നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ വില്ലൈ ഉണ്ട്. ഇന്നർ സർഫസ്, ഇന്നർ ലെയറിലാണ് വില്ലൈ ഉള്ളത്. വില്ലയിൽ മൈക്രോ വില്ലൈ ഉണ്ട്. അതുപോലെ ഈ ഗ്ലാൻസൊക്കെ ഏറ്റവും ഉൾഭാഗത്താണല്ലോ ഗ്ലാൻഡുലാർ സെൽസ് കാണുന്നത്.
അതും മ്യൂക്കോസയിലാണുള്ളത്, ഗ്ലാൻഡുലാർ ലെയർ. ഗ്ലാൻസ് മാത്രമല്ല, അതുപോലെ സ്റ്റൊമക്കിലൊക്കെ ആണെങ്കിൽ ഗ്ലാൻഡ് സെക്രീഷൻ ഉണ്ട്. പിന്നെ വില്ലയുടെ ഇടയിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ക്രിപ്സ് ഓഫ് ലൂബർക്കിൻ എന്ന് പറയുന്ന പാർട്ടുണ്ട്. അതും ഈ മ്യൂക്കോസൽ ലെയറിൽ വരുന്നതാണ്. ക്രിപ്സ് ഓഫ് ലൂബർക്കിൻ, അതായത് ഇപ്പോൾ ഇത് വില്ലയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് കുഴികൾ, അതാണ് ക്രിപ്സ് എന്ന് പറയുന്നത്. അവിടെ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്, അതിനാണ് ക്രിപ്സ് ഓഫ് ലൂബർക്കിൻ എന്ന് പറയുന്നത്. അതുമൊക്കെ ഈ മ്യൂക്കോസൽ ലെയറിൽ വരുന്നതാണ്. അതുപോലെ ഗോബ്ലെറ്റ് സെൽസ് ഉണ്ട്. ഗോബ്ലെറ്റ് സെൽസ് ഇറ്റ് സെക്രീറ്റ് മ്യൂക്കസ്, ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടാണ്. ഒരു വഴുവഴുപ്പുള്ള മ്യൂക്കസ് സെക്രീഷൻ ഉണ്ട്, ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട്. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മ്യൂക്കോസൽ ലെയർ. ഇറ്റ് ഈസ് ദ ഇന്നർ മോസ്റ്റ് ലെയർ, മ്യൂക്കോസ. Then comes the submucosa. It is soft connective tissue layer just outside the mucosa. ഏറ്റവും തൊട്ട് പുറകിൽ submucosa. It contains nerves and blood vessels. ഇവിടെ കാണാം നമുക്ക് nervesഉം blood vessels ഉള്ള ലെയറാണ് submucosa. Next comes the muscularis. It is outer to submucosa. submucosയുടെ പുറമേ വരുന്നു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്മൂത്ത് മസിൽ ലെയർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു മസിൽസിനെ നമുക്ക് സ്കെലിറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ എന്ന് തിരിക്കാം. അതിൽ സ്മൂത്ത് മസിൽസ് ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ വാൾസിലൊക്കെ ഉണ്ട്. ദിസ് സ്മൂത്ത് മസിൽസ് ആർ പ്രസൻറ്റ് ഇൻ ദ ലെയർ മസ്കുലാരിസ് ഇൻ കേസ് ഓഫ് ഗട്ട് ഓർ എലിമെൻ്ററി കനാൽ. ദെൻ the last layer, that is serosa. It is the outermost fibrous layer. It is also called peritoneum. Okay, this is the histology of human gut. Human gut നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഡിഫറെൻറ്റ് ലെയേഴ്സ്. ഇവിടെ ഓരോ ലെയേഴ്സിൽ എന്തൊക്കെയാണ് പെക്യൂലിയാരിറ്റീസ്. അതിൽ ആ ഡയഗ്രാംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. വില്ലയുടെ സ്ട്രക്ചർ തന്നിട്ടുണ്ട് നിങ്ങൾ ടെക്സ്റ്റിൽ, അത് ലേബൽ ചെയ്യാൻ. അതുപോലെ ഗട്ടിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ, പിന്നെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്റ്റൊമക്ക്, ഇൻസിസേഴ്സ്, കനൈൻസ്, പ്രീമോളാസ്, മോളാസ് ഒക്കെ ലേബൽ ചെയ്യാൻ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം അറ്റ് എ ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മൗത്ത് ലീഡ്സ് ടു ടങ്, മൗത്ത് ലീഡ്സ് ടു ബക്കൽ ക്യാവിറ്റിയിൽ ടങ് ഉണ്ട്. അതുപോലെ സലൈവറി ഗ്ലാൻസ് ഉണ്ട്. സലൈവറി ഗ്ലാൻസ് ആണ് ഈ പറയുന്നത്. മേജർ സലൈവറി ഗ്ലാൻസ്, പെരോട്ടിഡ്, സബ്ലിംഗ്വൽ, മാൻഡിബുലർ, മാക്സിലറി എന്നൊക്കെ പറയുന്നുണ്ട്. Then oral cavity, then comes the pharynx, esophagus, stomach. This is the stomach. പല റീജൻസ് ആയിട്ട് സ്റ്റൊമക്കിനെ തിരിക്കാം. അവിടെ ഒരു ഒറിഫൈസ് ഉണ്ട്, സ്ഫിങ്ക്ടർ ഉണ്ട്, പൈലോറിക്, കാർഡിയാക്, ഫണ്ടസ്, ബോഡി എന്നൊക്കെ പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിവിഷൻസ് ഉണ്ട്. Then comes the small intestine, duodenum, ileum, jejunum, large intestine, colon, ascending colon, transverse colon, descending colon. Then last comes the rectum and open out through anus. ഇത്രയുമാണ് എലിമെൻ്ററി കനാലിൻ്റെ സ്ട്രക്ചർ. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ളതാണ് ഡൈജസ്റ്റീവ് ഗ്ലാൻസ് എന്ന് പറയുന്ന പാർട്ട്. ഡൈജസ്റ്റീവ് ഗ്ലാൻസ്. ദിസ് ഇസ് ഓൾ അബൌട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, ദെൻ ഡൈജസ്റ്റീവ് ഗ്ലാൻസ്. ഗ്രന്ഥികൾ. ഗ്ലാൻസ് അസോസിയേറ്റഡ് വിത്ത് ദ എലിമെൻ്ററി കനാൽ include salivary gland, liver, pancreas. These are the different digestive glands.